ഒരു പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് യാദൃശ്യമാണെങ്കിലും അത് സുജിത മാഡമാണ്. അതിന് സപ്പോർട്ട് നിന്ന് ബിനേഷ് സാറ്, സുരേന്ദ്രൻ സാറ്, അങ്ങനെ പല ഗുരുക്കന്മാരും ഗുരുസ്ഥാനത്ത് നിന്ന് കണ്ടുകൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവരെ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ പേര് ജെമിനിയാണ്, കൊടുങ്ങല്ലൂർ എന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ കൂടുതലും എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് എന്നെ കുറിച്ചിട്ടല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന RCM എന്ന പ്രസ്ഥാനത്തിലെ TCG എന്ന മഹത് വ്യക്തിയുടെ ഏറ്റവും നല്ല ഒരു ആശയം 2026 നടപ്പിലാക്കണമെന്ന ഒരു നിലപാടിനോട് ഞാൻ ഹൃദയപൂർവ്വം യോജിക്കുകയാണ്. ആരോഗ്യത്തിന് നല്ല ആഹാരം. ഇന്നത്തെ ടോപ്പിക് അതാണ്. കുറച്ച് സമയം ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉള്ളവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, കുറച്ച് സമയം എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കണം. കാരണം ഇന്നത്തെ ടോപ്പിക് ചെറിയൊരു വിഷയമല്ല, വളരെ വളരെ വലിയൊരു വിഷയമാണ്. ആരോഗ്യത്തിന് നല്ല ആഹാരം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളുടെ കാലഘട്ടത്തില് കൊച്ചുകുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഞാൻ എവിടെ നിന്ന് അമ്മേ വന്നത് എന്ന്, ഇല്ലേ? കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മൾ അന്നേരം പല കള്ളത്തരങ്ങളാണ് പറയാറ്. ആകാശത്തുനിന്ന് വന്നു, തവിട് കൊടുത്ത് വാങ്ങിച്ചു. ചിലപ്പോൾ പറയും അമ്മയുടെ വയറ്റിൽ നിന്നാ വന്നതെന്ന് പറയും. അപ്പൊ ചോദിക്കും എങ്ങനെയാ വന്നത്? അപ്പൊ നമ്മൾ എന്താ പറയാ? വയറ് കീറി എടുത്തു എന്ന് പറയും. അതൊക്കെ ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം വരില്ല. കാരണം ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ രഹസ്യങ്ങളും, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഫോണിൽ നിന്ന് കിട്ടും. പക്ഷെ കിട്ടാത്ത ചില സംഗതികളുണ്ട്. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അത് എവിടെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് ഈ ഒരു സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടി എങ്ങനെയാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മയുടെ വയറ്റിൽ നിന്നാണെന്ന്. പക്ഷെ അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണ് ഈ കുട്ടി വന്നത്? അപ്പോഴും നിങ്ങൾക്ക് ഉത്തരം അറിയാം. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആ ഏകകോശങ്ങൾ തമ്മിൽ യോജിച്ച് 10 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ഈ ബീജവും അണ്ഡവും സംയോജിക്കുമ്പോഴാണ് ഒരു മനുഷ്യക്കുഞ്ഞ്, അല്ലെങ്കിൽ ഏതൊരു മൃഗത്തിലായാലും എന്തിലായാലും ഈ ഒരു സംഭവം നടക്കാതെ ഒരു ജന്മം ഉണ്ടാവുന്നില്ല. ഈ ബീജവും അണ്ഡവും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ, ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇത് മനുഷ്യ ശരീരത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്, ഇല്ലേ? ഓരോ മനുഷ്യ ശരീരത്തിലും ഈ ജന്മത്തിന് രൂപം കൊള്ളുന്നത് ബീജവും അണ്ഡവുമാണെങ്കിൽ ആ ബീജവും അണ്ഡവും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്, ആഹാരത്തിലൂടെയാണ്. അല്ലാന്ന് നിങ്ങൾക്കത് പറയാൻ കഴിയൂ? ഒരു മനുഷ്യ ശരീരത്തിൽ എന്ത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്ത് രൂപീകരണം നടക്കുന്നതിലും അതിന്റെ ബേസിക് ഉള്ളത് ആഹാരമാണ്. അപ്പൊ നമ്മളുടെ ജന്മത്തിന്റെ പുറകിൽ തന്നെ, ജനിക്കുന്നേക്കാൾ മുൻപ് തന്നെ നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ആഹാരം എന്ന് പറയുന്ന ഒരു വിശിഷ്ട ഘടകമാണ്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കാറ്? അവൾക്ക് നല്ല ആഹാരം കൊടുക്കണം, മനസ്സിന് സന്തോഷം കൊടുക്കണം. അവിടെയും ഇമ്പോർട്ടൻസ് എന്താണ്? നല്ല ആഹാരമാണ്. അതായത് നമുക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ പോലും ഉത്തരവാദിത്തമാണ് നല്ല ആഹാരം എന്ന ജീവിത പ്രക്രിയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. എത്ര ആഴത്തിൽ ചിന്തിച്ചിട്ടായിരിക്കണം ഈ മഹത്തായ ആശയത്തിന് TCG എന്ന മഹത് വ്യക്തി രൂപീകരണം ചെയ്തിട്ടുണ്ടാവുക? സാധാരണ എല്ലാവരും പറയും നല്ല ആഹാരം ആരോഗ്യത്തിന്. ആ ഒരൊറ്റ പ്ലെയിൻ ആൻസർ അല്ല നമുക്ക് വേണ്ടത്. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആഹാരത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ജനിക്കുന്നേക്കാൾ മുൻപ് തന്നെ ഈ ആഹാരം എന്ന ഘടകം നല്ലതായെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മൃഗത്തിനായാലും ഒരു അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ TCGയുടെ ഈ ആശയത്തിന്റെ വലിപ്പം, ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ ആശയത്തിന്റെ വ്യാപ്തി അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ജന്മ രഹസ്യത്തിന്റെ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. കഥയല്ല, ഇത് സത്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരം വേണം. നല്ല ആഹാരം എവിടെ നിന്നാ കിട്ടുക? പ്രകൃതിയിൽ നിന്നേ കിട്ടൂ.
ആകാശത്തുനിന്ന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ പ്രകൃതി നമുക്ക് നല്ല ആഹാരം തരികയുള്ളൂ, അല്ലെ? നമുക്ക് വേണ്ടതെല്ലാ പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫാറ്റ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരകോശങ്ങളുടെ ഒരു ആകത്തുകയാണ് ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പോ ആഹാരം നല്ലത് വേണം. അത് എവിടെ നിന്ന് കിട്ടും? ഒരുപാട് ഉൽപ്പന്നങ്ങൾ RCM നമുക്ക് കിട്ടും. മുളക്, മല്ലി, മഞ്ഞള്, എണ്ണ, പിന്നെ അതുപോലെ വേണ്ടതായ പല സാധനങ്ങളും നമുക്ക് RCM നിന്ന് കിട്ടുമ്പോൾ കിട്ടാത്ത പല ഘടകങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് പഴങ്ങളും പച്ചക്കറികളും. പഴങ്ങളും പച്ചക്കറികളുമാണ് നമുക്ക് ധാതുക്കളും വിറ്റാമിനുകളും തരുന്നത്. പല നിറത്തിലുള്ള പച്ചക്കറികൾ, പല നിറത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ എവിടേക്കാ പോകുക? എവിടെന്നാ കിട്ടുക? നല്ല വിഷരഹിതമായ പച്ചക്കറികൾ എവിടെന്നും കിട്ടാനില്ല. എവിടെയെല്ലാം ചെല്ലുന്നോ അവിടെയെല്ലാം സസ്യങ്ങൾക്ക് കൊടുക്കുന്നത് വിഷമയമായ ഫെർട്ടിലൈസേഷൻ ആണ്, വളങ്ങളാണ്. അതിൽ തെളിക്കുന്നതോ വിഷമായ സ്പ്രേകൾ, മരുന്നുകളെല്ലാം അടിച്ചിട്ടാണ് നമ്മൾക്ക് കിട്ടുന്ന എല്ലാ പച്ചക്കറികളും. അതിന്റെ ഉദാഹരണം നമുക്കറിയാലോ, തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് പച്ചക്കറികൾ ഇപ്പൊ ഏറ്റവും അധികം കിട്ടുന്നത്. കേരളത്തിൽ മണ്ണില്ലാഞ്ഞിട്ടാണോ? അല്ല, പണ്ട് കൃഷി ഉണ്ടായിരുന്നു, ഇപ്പൊ കൃഷിയില്ല. പക്ഷെ ഈ RCM അസോസിയേറ്റ്സ് എല്ലാവരും കൂടെ കട്ടയ്ക്കൊരു തീരുമാനം അങ്ങ് എടുക്കുക. എന്താണ് തീരുമാനം? നമുക്ക് നമ്മുടേതായ വീട്ടില് ഒരു 5 സെന്റ് ആയാലും 10 സെന്റ് ആയാലും എത്ര ചുരുങ്ങിയ സ്ഥലമാണെങ്കിലും അതിലൊരു പച്ചക്കറി കൃഷി നമുക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ. അതിനത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് ഏറ്റവും പ്രോബ്ലം തരുന്നത് എന്താ? ഒരു കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യം ഇന്നത്തെ കാലത്ത് വളം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? വളക്കടയിൽ പോവും, വളം വാങ്ങി, യൂറിയ വാങ്ങിക്കും, അങ്ങനെയുള്ള രാസ വളങ്ങൾ വാങ്ങിച്ച് അത് ചേർത്ത് നല്ല വളർച്ച കിട്ടും, അതിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും, നമ്മളത് കഴിക്കും. പക്ഷെ ഇതെല്ലാം എന്താണ്? വിഷമാണ്. വിഷമാണ് നമ്മൾ പച്ചക്കറിയായിട്ടും പഴവർഗ്ഗങ്ങളായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്നത്. അതിന് പകരം RCM ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, അതായത് ഗാർഡൻ ഗോൾഡ്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് തികച്ചും ജൈവമാണ്. ഈ പ്രോഡക്റ്റിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ പ്രോഡക്റ്റ് നമ്മളൊരു ചെടി നട്ട് അല്ലെങ്കിൽ ഒരു പച്ചക്കറി നട്ട് ആദ്യത്തെ കുറച്ച് സമയം ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാം 10 ഗ്രാം വീതം വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ അതങ്ങ് ഇട്ട് കൊടുക്കുക. ഈ പൊടിയാണ് കേട്ടോ, വളരെ നൈസ് ഒരു പൗഡറാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ വളം പ്രയോഗിച്ച്. എനിക്ക് അധികം നാളായിട്ടില്ല ഇത് കിട്ടിയിട്ട്. കഴിഞ്ഞ മാസമേ ഇത് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം തൊട്ട് ഞാൻ ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദവിവരം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഈ വളം നമ്മളുടെ മണ്ണിന് ആദ്യം തന്നെ, ഈ സോയിലിന് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കും. സെക്കൻഡ്ലി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെടികളുടെ വേരില് ഓക്സിജൻ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ചെടികളുടെ വേരുകൾ നല്ല ഗ്രോത്ത് ആയിരിക്കും. വേരുകൾ ഗ്രോത്തും ആയിരിക്കും, ഹെൽത്തിയും ആയിരിക്കും. പിന്നെ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ഗുണം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വളത്തിൽ ഈ വളം മണ്ണില് ഈ വളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സൂക്ഷ്മാണുക്കളുണ്ട്. ഈ ബാക്ടീരിയ, ആൽഗ എന്ന് പറയുന്നുള്ള കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളും ചെടികൾക്ക് ഉപകാരപ്രദവുമായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് ഈ വളം വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? സൂക്ഷ്മാണുക്കള്, ചെടിക്ക് വേണ്ടതായ സൂക്ഷ്മാണുക്കളുടെ ഗ്രോത്ത് ഏറ്റവും നല്ല രീതിയിൽ ചെല്ലുമ്പോൾ ചെടിയുടെ വളർച്ചയും ഫ്ലവറിങ്, പൂക്കൾ നല്ലോണം ഉണ്ടാവും. അത് മാത്രല്ല, കായ്ഫലം നമ്മൾ കാണാറുണ്ട്. കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും അത് വാടി കൊഴിഞ്ഞു പോകും. അത് മെച്ചുവേർഡ് ആവില്ല, പ്രിമെച്ചുവേർഡ് ആവും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഈ വളം ഇടുമ്പോൾ ഉണ്ടാവില്ല. അതായത് പൂത്ത് കായായി കഴിഞ്ഞാൽ അത് നമുക്ക് പാകമായി കിട്ടുന്നത് വരെ ഇത് ഈ വളം കൊണ്ട് അതിനെ വളർത്തിയെടുക്കും. അപ്പൊ എന്തെല്ലാം ഗുണങ്ങളുണ്ട് നമുക്ക്? സോയില്, മണ്ണിന് വെള്ളം പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. സെക്കൻഡ്, ഇതിന്
വേരുകൾക്ക് ഓക്സിജൻ നന്നായിട്ട് കൊടുക്കുമ്പോൾ വേരുകൾ നല്ല ശക്തി പ്രാപിക്കും, വേരുകളുടെ എണ്ണം കൂടും, ഉള്ളത് നല്ല ആരോഗ്യത്തോടു കൂടി വരും. പിന്നെന്തുണ്ടാവും? പ്രിമച്യൂർഡ് ആയിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവില്ല. എല്ലാം പാകപ്പെട്ട് വരുന്നത് വരെ വാടി വീഴുന്ന ഒരു സിസ്റ്റം ഉണ്ടാവില്ല. അത്രയ്ക്കേറെ നല്ലൊരു വളമാണ് ഗാർഡൻ ഗോൾഡ്. ഇത് 500 ഗ്രാമിന്റെ ആണ്. MRP 120 രൂപയാണ്. അപ്പൊ നാളെ തന്നെ എല്ലാവരും ഈ വളം വാങ്ങിക്കുക, കൃഷി തുടങ്ങാം. ഇനി കൃഷി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. നമ്മളെല്ലാവരും വീട്ടില് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സ്ഥലമുള്ളെന്നെങ്കിലും പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകൾ പാകി മുളപ്പിച്ചുണ്ടാക്കണം. ഉദാഹരണത്തിന് ഒരു 20 രൂപയുടെ ഒരു പാക്കറ്റ് ചീരവിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 സെന്റ് സ്ഥലം മുഴുവനും കൃഷി ചെയ്യാനുള്ള ചീര മുളയ്ക്കും. നമുക്കതിന്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? 2-3 പേര് കൂടെ ഒരു പാക്കറ്റ് ചീരവിത്ത് വാങ്ങിച്ച് ഷെയർ ചെയ്ത് അതിൽ 4-1 ഭാഗം മതി നമുക്ക് ഒരു 100 ചീരത്തയ്യെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു പോട്ടിൽ 3 എണ്ണം വെച്ചിട്ട് ഒരു 10-15 പോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കട ചീര ഉണ്ടാവും? 45 കട ചീര അതിൽ നിന്ന് കിട്ടും. നമുക്കൊരു ഇന്ന് ചെറിയൊരു ഫാമിലി മാത്രമേ എല്ലാ വീട്ടിലും ഉണ്ടാവുള്ളൂ. അച്ഛൻ, അമ്മ, 2 മക്കള്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മാക്സിമം ഒരു 6 പേരടങ്ങി ഒരു മിനി ഫാമിലിയാണ് ഇന്നിപ്പോ നിലവിലുള്ളത്. ഒരു പോട്ടിൽ നടന്ന 3 കട 4 കട ചീര ഈ ഗാർഡൻ ഗോൾഡും വെച്ച് വളർത്തി കഴിഞ്ഞാൽ ഒരു നേരത്തെ കറിക്ക് അത് സൂപ്പർ ആയിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ 15 കട അല്ലെങ്കിൽ 15 പോട്ടിലുള്ള ചീര ഒരേ സമയമായിരിക്കും വളരുന്നത്. നമ്മൾ വളം കൊടുത്താലും വെള്ളം കൊടുത്താൽ ഒരേ ഗ്രോത്ത് ആയി. ഒരുമിച്ച് ഇതങ്ങ് ഉണ്ടാവുമ്പോൾ ഡെയിലി ചീരക്കറി കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, തീർച്ചയായിട്ടും ബോറടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മുഴുവനും നമ്മൾ കഴിക്കരുത്. ഇവിടെ പറഞ്ഞ പോലെ, നേരത്തെ ബിനീഷ് സാറ് പറഞ്ഞ പോലെ ഷെയർ ചെയ്യണം. RCMന്റെ ഏറ്റവും മെയിൻ പ്രിൻസിപ്പിൾ എന്താണ്? എല്ലാം ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ ഒരു ഭാഗം നമ്മൾ ഷെയർ ചെയ്യാനും കൂടി ആയിരിക്കണം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്. 15 പോട്ട് നമുക്ക് വേണ്ട, ഒരു 4-5 പോട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോട്ടിലുണ്ടായിട്ടുള്ള ചീര എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ 2 പോട്ടിൽ കുറച്ച് കുക്കുംബർ വയ്ക്കും. ആ കുക്കുംബർ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുക്കുംബർ ഒരു വീട്ടിൽ ഉപയോഗിക്കാനുണ്ടായിരിക്കുന്ന ഉറപ്പാണ്. അതുപോലെ 2 കട പച്ചമുളക് മതി, അധികമൊന്നും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി നല്ലത് നമുക്ക് RCMന്ന് കിട്ടും. ആ മുളക് ഉണക്കി പൊടിപ്പിച്ച് നല്ല ആ പൊടി നമുക്ക് ഉണ്ടാക്കണ്ട. നമുക്ക് പച്ചമുളകിന്റെ ആവശ്യത്തിന് നമുക്ക് 2 കട പച്ചമുളക് മതി. 2-3 കട തക്കാളി 3 കിലോ 100 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ ഒരു 2 കട തക്കാളിയും എന്ന് പോണത്? 30 രൂപ 20 രൂപ കൊടുത്ത് 1 കിലോ തക്കാളി കിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അതല്ല, നമ്മൾ വളർത്തി വരുന്ന തക്കാളിക്ക് വിഷമയമില്ല. നമുക്കതൊരു പഴവർഗ്ഗമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. തക്കാളി നമുക്ക് പച്ചയ്ക്ക് തന്നെ പൊട്ടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അതിൽ നിന്ന് കിട്ടുന്ന ഗുണം നമുക്ക് ആ 1 കിലോ തക്കാളിയിൽ നിന്ന് കിട്ടുമോ? കിട്ടില്ല. അത് ജ്യൂസ് അടിക്കാം, സലാഡാക്കി കഴിക്കാം. അത് കൂടാതെ ഗ്രീൻ കളറിലുള്ള ഒരു തക്കാളി ഉണ്ട്, പഴുക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആണത്. അത് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 2 കട തക്കാളി ആയില്ലേ? അപ്പൊ തക്കാളിയായി, ചീരയായി, ഇല്ലേ? വഴുതന വേണമെങ്കിൽ അത് വെക്കാം, 1 കട മത്ത വെക്കാം, 1 കട കുമ്പ്, അങ്ങനെ പലതരത്തിലുള്ള വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള പച്ചക്കറി കൃഷി നമ്മൾ ചെയ്താൽ നമ്മളുടെ വീട്ടിലുള്ള ആവശ്യത്തിന് നമ്മൾ എങ്ങും പോകേണ്ടി വരില്ല. ഒന്നല്ലെങ്കിൽ 100% പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി വാങ്ങിക്കുന്ന റേഷ്യോ നമുക്ക് കുറച്ച് 50% വീട്ടിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ആവശ്യം ഒരു വീടിന് കറിവേപ്പിലയാണ്. ആ കറിവേപ്പില വെക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ ചെടിച്ചട്ടിയിൽ വെക്കൂ. ഒരു കറിവേപ്പില നമുക്ക് വെക്കാം, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 2 കട ഒരു ചട്ടിൽ, ഒരു പോട്ടിൽ 2 തണ്ട് പുതിന വെച്ചാൽ എന്താ ഗുണം? ബിരിയാണി ഉണ്ടാക്കാം, പുതിന ജ്യൂസ് ഉണ്ടാക്കാം, പുതിന ഇഡലി, പുതിന ചട്നി ഉണ്ടാക്കാം. എത്രയധികം സാധനങ്ങൾ നമുക്ക് ഒരു പോട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 കഷ്ണം ഇഞ്ചി നമ്മൾ ഒരു ചട്ടിയിൽ നട്ടു നോക്കി, അതിന് ഈ ഗാർഡൻ ഗോൾഡ് വളമൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കിയാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും. അപ്പൊ ഒരു വീട്ടില് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി, അല്ലെ, പുതിന, എന്തൊക്കെ ഇതുപോലെ കുക്കുംബർ, മത്ത, കുമ്പളം, ഇതെല്ലാം ഓരോന്ന് എല്ലാം ഒരുപാടല്ല, നമ്മളുടെ വീട്ടാവശ്യത്തിന് കഴിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു 2 തക്കാളി, കുറച്ച് കുക്കുംബർ,
ഒരു കോവയ്ക്ക, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയൊക്കെ ആയിട്ട് നമ്മളൊരു കിറ്റ് അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു നോക്കി. അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് വീട്ടിലുണ്ടായ പച്ചക്കറി അല്ലേ, 2 കട ചീര എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കിറ്റ് പച്ചക്കറി നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പറ്റും. ആ ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് സന്തോഷം മാത്രമല്ല കേട്ടോ, ഇതിന്റെ അടുത്ത് വേറൊരു ടെക്നിക്കും കൂടി ഉണ്ട്. ഞാനത് പ്രയോഗിക്കാറുണ്ട്. കാരണം എന്റെ വീട്ടിൽ മാവില്ലെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാവാറില്ല. അപ്പുറത്തെ വീട്ടിൽ മാവ് ഉണ്ടായാൽ മതി. എന്റെ അയൽവക്കത്തെ വീട്ടിൽ നിറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ അപ്പുറത്തെ വീട്ടിൽ മാങ്ങ ഉണ്ടാവുമ്പോൾ എനിക്ക് എന്തിനാ സന്തോഷം തോന്നും? എനിക്ക് സന്തോഷമാണ്. കാരണം എന്റെ വീട്ടിൽ മാവില്ല, പക്ഷെ എന്റെ വീട്ടിൽ പച്ചക്കറി ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുണ്ടാവുന്ന എക്സസ് പച്ചക്കറി ഒക്കെ ഞാൻ അവിടേക്ക് കൊടുക്കും, എന്റെ അയൽവക്കത്തൊക്കെ കൊടുക്കും. എന്റെ അയൽവക്കത്ത് എന്തൊക്കെ ഉണ്ടാവുന്നോ, മാങ്ങ ഉണ്ടാവാം, ചക്ക ഉണ്ടാവാം, പപ്പ എന്തൊക്കെ ഉണ്ടാവുന്നോ അതെല്ലാം എനിക്കും കിട്ടും, തീർച്ചയായും കിട്ടും. അപ്പൊ എന്തുണ്ടാവും, എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വിഷരഹിതമായി തന്നെ എനിക്കും എന്റെ അയൽവക്കത്തും എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടും. അവിടെ നമുക്ക് ആവശ്യം ഷെയറിങ് ആണ്. നമ്മൾ ഇത്ര നല്ല പച്ചക്കറി കൊടുക്കുമ്പോൾ അവര് ചോദിക്കും നീ ഇത് എങ്ങനെ ഈ പച്ചക്കറി ഒക്കെ ഉണ്ടാക്കിയത്, നന്നായിട്ടുണ്ടല്ലോ, ഒരു കേടുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ റിസൾട്ടിന് കാരണം എന്താണ് നമ്മൾ പറയാ? നമ്മൾ തീർച്ചയായിട്ടും ഗാർഡൻ കോള് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറയാല്ലേ, ഇത് ഗാർഡൻ കോള് ഉപയോഗിച്ചിട്ടാണ്, വെറും 100 രൂപ 120 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറെ ഒരു വളം നമുക്ക് വാങ്ങിക്കണ്ട, ചാണകം അന്വേഷിച്ച് പോണ്ട, പശുമൂത്രം അന്വേഷിച്ച് പോണ്ട, കപ്പലിന്റെ പിണ്ണാക്ക് അന്വേഷിച്ച് പോണ്ട, ഒന്നും പോണ്ട. ജൈവവളം അന്വേഷിച്ച് പോകണമെങ്കിൽ നമ്മൾ ഇത് വേണം. ഇന്നിപ്പോ പശുവിനെ വളർത്തുന്ന സ്ഥലം എവിടെയുള്ളത്? വളർത്തുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചാണപ്പൊടി വാങ്ങിച്ച് ഒരു ചാക്കിന് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ കൊടുത്ത് അത് വാങ്ങിക്കില്ലല്ല, അത് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്ത് വീട്ടിലെത്തിക്കണം. അതെല്ലാം സൂക്ഷിച്ചു വെക്കണം, മഴ വരുമ്പോൾ നനയാതെ സൂക്ഷിക്കണം, മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, എന്തെല്ലാം ബുദ്ധിമുട്ടാ. പക്ഷെ ഗാർഡൻ കോളാണെങ്കിൽ എന്താ സുഖം, വളരെ ചെറിയൊരു പാക്കറ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതി, കിട്ടുന്നതോ വളരെ വലിയ റിസൾട്ട്. അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സൗകര്യപ്രദമായിട്ടുള്ള ഏറ്റവും വളത്തിനൊരു ദുർഗന്ധവും ഇല്ല കേട്ടോ, അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്മെല്ല് ഭയങ്കരമായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഭംഗിക്ക് പ്ലാന്റ് വെക്കുക, സിറ്റ് ഔട്ടിൽ പ്ലാന്റ് വെക്കുക, അതിനൊക്കെ ഈ വളം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. കാരണം ദുർഗന്ധം ഇല്ല, പക്ഷെ നല്ല ഫ്ലവറിങ്ങും നല്ല റിസൾട്ടുമാണ്. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലും ഇൻഡോർ പ്ലാന്റ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ് ആയാലും പച്ചക്കറി കൃഷി ആയാലും അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടാവുമ്പോൾ മീൻ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ദുർഗന്ധമായിരിക്കും അല്ലെ. ജൈവം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരെങ്കിലും മീൻ വളമൊക്കെ ഉപയോഗിക്കുമോ? കാരണം അടുത്ത വീട്ടുകാർക്കും വീട്ടിലുള്ളവർക്കും ഒന്നും പറ്റില്ല. ചാണകം ആയാലും പച്ച ചാണകം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാണകത്തിന്റെ ഗന്ധം വീട്ടിൽ ഒരു ആഴ്ച കഴിഞ്ഞാലും പറമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് പോവില്ല. അപ്പൊ ഇപ്പോഴത്തെ ജീവിത രീതിക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേക ജൈവവളം കൂടിയാണ് ഗാർഡൻ കോള്. എങ്ങനെ നോക്കിയാലും നമുക്ക് 100-ൽ 100 മാർക്ക് തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് RCMലെ TCG എന്ന ആ മഹാൻ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഇത് ഉപയോഗിക്കാൻ തയ്യാറാവണം, നമ്മൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കണം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കുക്കുംബർ പൂവിട്ട് തുടങ്ങി, ചീരവിത്ത് ഞാൻ പാകി ഒരു 10-15 ബോട്ടിലാക്കിയിട്ടുണ്ട്, മത്തം കുമ്പളം തൈ അന്വേഷിക്കുന്നുണ്ട്, പച്ചമുളക് നട്ട് തുടങ്ങിയിട്ട് ഇതെല്ലാം പൂത്ത് കായായി കഴിയുമ്പോൾ തീർച്ചയായും ഞാൻ എൻ്റെ ഫോട്ടോസ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഞാൻ ഇവിടെ വന്നിരുന്ന് സൂമിൽ വന്നിരുന്ന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് അതാണ് ഇതാണ് എന്നൊക്കെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല കാര്യം. ഞാൻ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോഴാണ് അത് തെളിയിക്കാൻ പറ്റും. ഇപ്പോ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സീസൺ തുടങ്ങിയിരിക്കുകയാണ്. മഴക്കാലം ജൂൺ ജൂലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിളവെടുപ്പ് നടക്കില്ല. മത്തൻ കുമ്പളം കുക്കുംബർ ഇങ്ങനെയുള്ള തക്കാളി ഇതെല്ലാം മഴയത്ത് ചീത്തയായി പോകും. പിന്നെ നമ്മൾ അതിന് പറ്റിയ സൗകര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും, ഗ്രീൻ ഹൗസ് ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ പൈസയേറിയ കാര്യങ്ങളാണ്, നമുക്കത് ചെയ്യാം, പ്രാവർത്തികമാക്കാം. സൗകര്യമുള്ളവർക്കെല്ലാം ഗ്രീൻ ഹൗസ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്തൊക്കെ പച്ചക്കറികൾ നടാം. സാധാരണക്കാരായ നമ്മൾക്ക് ഈ പച്ചക്കറി കൃഷി നടാനും ചെയ്യാനും ഈ വളം എത്രത്തോളം ഫലപ്രദമാണെന്ന് തെളിയിച്ചു കൊടുക്കാനും തെളിയിക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു സീസൺ സ്റ്റാർട്ടായി കഴിഞ്ഞു. ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി തുടങ്ങി. തീർച്ചയായും ഇന്ന് തന്നെ വളങ്ങൾ അല്ലെങ്കിൽ ചെടികളുടെ തൈകള് കൃഷിഭവനിൽ നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ നല്ല കരുത്തുള്ള തൈകൾ വാങ്ങിച്ച് നാളെ തന്നെ
കൃഷി ആരംഭിക്കണം, സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്കും നല്ലൊരു വിളവെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ RCMന്റെ അസോസിയേറ്റ്സ് അല്ലെങ്കിൽ RCMനോട് താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്കും ഗ്രൂപ്പുകളിൽ കാണേണ്ടത് എന്താണ്? സ്പീച്ച് അല്ല, എന്താ കണ്ടത്? പച്ചക്കറികളുടെ ഒരു തോട്ടത്തിന്റെ ഫോട്ടോസും ഫ്രൂട്ട്സ് വിളവെടുപ്പിന്റെ ഒരു കാലങ്ങളായിട്ട് നമ്മൾ അതിനെ ആഘോഷിക്കണം, വിളവെടുപ്പ് കാലമായിട്ട് ആഘോഷിക്കണം. അതാണ് TCGയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം. ഇത് നമ്മളുടെ ബിനീഷ് സാറിന്റെ ഗ്രൂപ്പ് മാത്രമല്ലല്ലോ, RCMന്റെ കുറേ ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും എല്ലാ അസോസിയേറ്റ്സും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. നമ്മൾ ആ സിനിമയിൽ കണ്ട പോലെ മഞ്ജു വാര്യർ വന്ന് നോക്കുമ്പോ എല്ലാ ടെറസുകളിലും കാലിയായി കിടക്കുകയാണല്ലേ. എന്താ ചെയ്തത്? എല്ലാ ടെറസുകളിലും പച്ചക്കറി നടാനുള്ള തീരുമാനം എടുത്തു. അതിൽ നിന്ന് എന്തുണ്ടായി? മഞ്ജു വാര്യർ എവിടെ എത്തി? അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്, ഒരാളുടെ ഭാവനയിൽ ഉതിർന്നൊരു കഥാപാത്രമായിരുന്നു മഞ്ജു വാര്യരുടെ കഥാപാത്രം. എന്ന പോലെ TCGക്ക് ഒരു സ്വപ്നമുണ്ട്, ഒരു ഭാവനയുണ്ട്, ഇല്ലേ? ആ ഭാവന സാക്ഷാത്കരിക്കാനായിട്ട് തീർച്ചയായും RCMല് അസോസിയേറ്റ്സിന് സാധിക്കും. നമുക്ക് വേണേൽ പ്രൈം മിനിസ്റ്റർ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരെ, അല്ലെങ്കിൽ ഒരു ഹരിത വിപ്ലവം തന്നെ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയില്ലേ? കഴിയും. എന്താ കഴിയാതിരിക്കുകയാണെങ്കിൽ? സാങ്കല്പിക കഥാപാത്രം സിനിമയിലൂടെ കാണിച്ചു തരുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനാണ്, നമ്മൾക്കും അത് കഴിയുമെന്ന് കാണിക്കാനാണ്. നമ്മളൊന്ന് വീടിന്റെ ചുറ്റുമുള്ള ടെറസും അപ്പുറത്തെ ടെറസ് ഇപ്പുറത്തെ ടെറസ് എല്ലാം കാണിച്ച് ഈ ഗാർഡൻ ബോൾ കൊണ്ടു കൊടുത്തിട്ട് അവരോടൊന്ന് പറയൂ, നിങ്ങൾ 2 പച്ചമുളക് വെക്കൂ, ഒരു കറിവേപ്പില വെക്കൂ, വളമായിട്ട് ഇതൊന്ന് ഇട്ട് നോക്കൂ, 120 രൂപയേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തിന് കൊടുത്തു കേട്ടോ ഗാർഡൻ ബോള്. അവരോട് പരീക്ഷ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കാരണം ഞാൻ റിസൾട്ട് കാണിക്കണമെങ്കിൽ എൻ്റെ കൃഷി ഒന്ന് കായ്ഫലം വരണ്ടേ, ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷെ നമ്മൾക്ക് ഈ ഏപ്രിൽ മെയ് മാസം ആവുമ്പോൾ വീഡിയോസും ഫോട്ടോസും കാണിച്ച് നമുക്ക് റിസൾട്ട് പറയാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനെന്ത് വേണം? നമ്മൾ ഇപ്പോഴേ തന്നെ തുടങ്ങണം. തുടങ്ങാൻ തയ്യാറല്ലേ? ഇത് ആരുടെ മുഖത്തൊരു ചിരി കാണാത്ത? ബിനീഷ് സാറ് മാത്രം ഒന്ന് ചിരിച്ചിട്ടുണ്ട്. എന്തായാലും കാണണം കേട്ടോ, തീർച്ചയായിട്ടും കാണണം. അപ്പൊ വളത്തിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, വളം എങ്ങനെ ഇത് മണ്ണിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, നമുക്ക് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നേക്കാൾ മുൻപ് തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ ആഹാരം, ഭക്ഷണം എന്തുമാത്രം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കുട്ടി ജനിക്കുന്നേക്കാൾ മുൻപ് തന്നെ ആഹാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ആഹാരം എവിടെ നിന്ന് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. അപ്പൊ മണ്ണിലാണ് അല്ലെ? ആ മണ്ണിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? അതാണ് ആഹാരമായിട്ട് വരുന്നത്. ഒരു ചെടി അല്ലെങ്കിൽ ഒരു നെൽച്ചെടിയുടെ വിത്ത് ഒരു മണ്ണിൽ നടുമ്പോൾ ആ മണ്ണിൽ എന്തൊക്കെ വളങ്ങളുണ്ടോ, ചിലപ്പോ എലി ചത്തതായിരിക്കാം, പുഴു ചത്തതായിരിക്കാം, മറ്റുള്ള ചത്ത് ചെയ്യുന്നതായിരിക്കാം, ചാണകമായിരിക്കാം, എന്തായാലും അതിന്റെ എല്ലാം റിസൾട്ടാണ് ആ ചെടിയിലൂടെ വന്ന് നെൽവിത്തിലൂടെ നമുക്ക് കിട്ടി ആ നെല്ല് അരിയായി ചോറായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യം മണ്ണിനെ സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ്, മണ്ണിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭൂമിദേവിയെ അമ്മയായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിദേവിയെ അമ്മയായിട്ട് സങ്കല്പിക്കുന്നത്? നമ്മൾ ജനിച്ചതെല്ലാം എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. നമ്മളുടെയൊക്കെ ജന്മത്തിന്റെ ഏറ്റവും അടിത്തട്ട് മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് കിട്ടുന്ന, ആ വളത്തിൽ നിന്ന് കിട്ടുന്ന, അതിൽ നിന്ന് കിട്ടുന്ന ആഹാരപദാർത്ഥങ്ങൾ കിട്ടുന്നതിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജന്മം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രകൃതി നമ്മുടെ അമ്മയായിട്ടും ഭൂമിദേവി നമ്മുടെ അമ്മയായിട്ടും കാണാൻ നമ്മളെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്. ആ മണ്ണിലേക്കാണ് മറ്റുള്ള രാസപദാർത്ഥങ്ങൾ ഒന്നുമില്ലാത്ത ഈ ഗാർഡൻ ബോൾ എന്ന ജൈവ വളം തന്ന് ആ ഭൂമിദേവി എന്ന അമ്മയെ സംരക്ഷിക്കുകയും അതിലൂടെ കിട്ടുന്ന നല്ല ആഹാരം കഴിച്ച് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുകയും ഈ തലമുറ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ച് നല്ല മനസ്സോടെ വളർന്ന് നല്ല ചിന്തകൾ വന്ന് നല്ലൊരു രാഷ്ട്രത്തെ രൂപീകരിക്കാനും അല്ലേ? നമ്മളെല്ലാവരുടെയും കർമ്മം എന്താ? നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്തിനാ? നമുക്കൊക്കെ ഓരോ കർമ്മങ്ങളുണ്ട് അല്ലെ? ആ കർമ്മങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല. പക്ഷെ നമ്മളെ ജീവിത വഴികളിലൂടെ യാത്ര വരുമ്പോൾ ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ കർമ്മഭൂമിയാണ് ഇതെന്ന്. RCM ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും ഒരു കർമ്മഭൂമിയാണ്. അവിടെ നമ്മൾ ഈ പ്രോഡക്റ്റ് വിറ്റ് സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ ഏറെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള സംസ്കാരം കൂടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ
RCG ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് തരുന്നത്? ഭക്ഷണം മറ്റു പലതരത്തിലും വിഷരഹിതമായി തരുമ്പോഴും അത് സമ്പൂർണ്ണമല്ല എന്ന് TCGക്ക് മനസ്സിലായി. കാരണം പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മളിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് അടുത്ത തലമുറയെയും നമ്മളെയും ഒരു കൃഷി രീതി പഠിപ്പിക്കുക കൂടിയാണ് ഇതിലൂടെ നമുക്ക് ചെയ്തു തരുന്നത്. ഇത്രയും മഹത്തായ ആശയം നമുക്ക് തന്ന TCGയുടെ മുന്നിൽ ഞാനൊന്ന് ശിരസ് കൊണ്ട് നമസ്കരിച്ചോട്ടെ. എന്നിട്ട് എൻ്റെ ഈ ഒരു ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം 8:40 നമുക്ക് കഴിയേണ്ട സമയമായി. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ആശയത്തിന്റെ ചെറിയ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത്. ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ജയ് ആസി.